അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പെരുന്നാളല്ലേ, അടിച്ചു പൊളിക്കണ്ടേ? ഇന്ന് വലിയ പെരുന്നാളാണ്. അപ്പോൾ ഒക്കെ ഇതാ പള്ളിയിലേക്ക് പോകാനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇന്ന് വലിയ പെരുന്നാൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ. പിന്നെ ആഘോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ആരും നമ്മുടെ കൂടെ ഇല്ല. എൻ്റെ നസീർക്ക ഗൾഫിലാണ്, അതുപോലെ ഫസ്ലും ഇല്ല. അപ്പോൾ അവരൊന്നും ഇല്ലാത്തത് കൊണ്ട് ആഘോഷങ്ങളൊന്നും കാര്യമായ രീതിയിലൊന്നുമില്ല. പിന്നെ ഉപ്പാപ്പ മരണപ്പെട്ടിട്ട് 1-2 മാസമായിക്കേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഉമ്മാമാൻ്റെ കൂടെ അങ്ങോട്ടേക്ക് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ ഉമ്മാമാൻ്റെ കൂടെയാണ് ആഘോഷങ്ങളെല്ലാം. അപ്പോൾ ഒക്കെ പള്ളിയിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇക്കാനൊന്ന് പള്ളിയിൽ ഇറക്കി കൊടുക്കണം. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാ ഉമ്മ മാറ്റി പുതിയ പെരുന്നാൾ കോടിയെല്ലാം ഇട്ടിതാ നിൽക്കുന്നത്. ഞാനും ഉമ്മയും ഒരേ കളറാണ്. ഉമ്മ ഒരു ഈദ് മുബാറക്ക് എല്ലാവരോടും. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇതാ ഉമ്മാൻ്റെ വകയും ഈദ് മുബാറക്കൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്താ, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പോകണം. എനിക്ക് ഉമ്മാക്കും ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ പെരുന്നാൾ നിസ്കരിക്കൽ. ഞാനും ഉമ്മയും അങ്ങോട്ട് നിസ്കരിക്കാൻ പോകും. അങ്ങനെ പള്ളിയിൽ ഇറക്കി കൊടുക്കണം. അപ്പോൾ ബാക്കി ഉമ്മ ചായയൊക്കെ ആയോ? ഉമ്മാൻ്റെ ചായയൊക്കെ ആയി. ഞാൻ അപ്പുറം നസീർഖാൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞങ്ങളെ ചായയുമായി. ഇനിയിപ്പം പെരുന്നാൾ മധുരമെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി വീഡിയോയിൽ കാണാം. ഓക്കേ. ഇതാ വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇക്കാനെ പള്ളിയിലേക്ക്. ഇത് പള്ളിയിലാണ് പോന്നേ? അങ്ങനെ കണ്ടി പള്ളിയിലേക്ക് പോവാന്ന്. പോവാ. അപ്പോൾ ഞാൻ ഇക്കാനെ കൊണ്ടുവിട്ട് വന്നിട്ട് വേണം എനിക്ക് നിസ്കരിക്കാൻ പോകാൻ. സമയം അത്ര ആയിട്ടേ ഉള്ളൂ, 7:30 ആയിട്ടേ ഉള്ളൂ. ഓക്കെ. പള്ളിയിൽ നിന്ന് ഇനി നേരെങ്ങി വരൂലേ ചായ കുടിക്കാൻ? ഓക്കെ, ഞങ്ങൾ പോട്ടെ. ഇതിൻ്റെ അടുത്ത് പോയപ്പോൾ ഇക്കാൻ്റെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ അതിനുശേഷം ഞാൻ ഇതെൻ്റെ ഉപ്പാൻ്റെ മൂത്ത പെങ്ങളെ വീടിൽ പോയപ്പോൾ അവിടെ പ്രാവിനെ കണ്ടപ്പോൾ അതൊന്നും എടുത്തതാട്ടോ. ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളും പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടനും. രണ്ടാൾക്കും ഈദ് മുബാറൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. കറക്റ്റ് 7:55 ഞാൻ നിസ്കരിക്കാൻ പോകാതെ എൻ്റെ ഉമ്മമാരെല്ലാം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പം എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് നിസ്കരിക്കാൻ പോകാമെന്ന്. അപ്പോൾ ഞാൻ പള്ളിയിൽ ഇറക്കാൻ പോയപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ മൂത്ത പെങ്ങളെ വീട്ടിലും ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ കയറി ഓരോടൊക്കെ ഈദ് മുബാറക്ക് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിൽ പോയപ്പോൾ ഒരു മരണ വാർത്ത കൂട്ടി കേട്ടു. അവരുടെ നേരെ മുന്നിലെ വീട്ടിലുള്ള ഉമ്മാമ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബ്ബ് ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ. നല്ലൊരു ദിവസത്തിലാണ് ആ ഉമ്മയുടെ മരണം. സന്തോഷം ഉണ്ടാകേണ്ട കുടുംബത്തിലൊരു ദുഃഖമാണ് ഉണ്ടായത്. മുത്തുമ്മാക്ക് ഭയങ്കര വിഷമമാണ്. മുത്തുമ്മാനെ കണ്ടപ്പോൾ മുത്തുമ്മാക്ക് ഭയങ്കര വിഷമം. മുത്തുമ്മ എപ്പോഴും പോയി സംസാരിക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമാണ് മുത്തുമ്മാക്ക്. ഞാൻ പോയപ്പോൾ മുത്തുമ്മ അത് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ട് നിസ്കരിക്കാം. അപ്പോൾ എല്ലാവരും ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒന്ന് ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഇത് എൻ്റെ സ്വന്തം വീട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട് സൈനുവിൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ എല്ലാപ്പോൾ തറാവി നിസ്കരിക്കുകയും പെരുന്നാൾ നിസ്കരിക്കുകയും ഒക്കെ ചെയ്യൽ. അപ്പോൾ ഇവിടുത്തെ സമീർച്ചയാണ് ഇമാമായിട്ട് നിൽക്കൽ. ആരെല്ലാം കഴിഞ്ഞിതാ ഞങ്ങളെ ഒന്ന് സൈനു, പിന്നെ എൻ്റെ ഉമ്മ ഫൗസിയച്ച, സബിയച്ച, പിന്നെ എൻ്റെ ഉമ്മ വീണ്ടും, പിന്നെ സമീർച്ച, അങ്ങനെ എല്ലാവരും ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഈദ് മുബാറക്ക് പറ. അപ്പോൾ ഇനിയിപ്പോൾ ചായ കാര്യങ്ങളെല്ലാം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഞങ്ങളെ വക ഈദ് മുബാറക്ക്. അപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. പിന്നെ നസീർ ഖാൻ്റെ ഉമ്മ തലശ്ശേരിക്ക് പോയി. ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട് തലശ്ശേരിയാണ്. അപ്പോൾ അവിടെ നാളെ ഒരു ഗൾഫിൽ പോക്കെല്ലാം ഉണ്ട് ഉമ്മാൻ്റെ ഏട്ടത്തിൽ. മോളെ ഭർത്താവ് അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോയി. പിന്നെ ഇവിടെ ഇനി ഞാനേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഉമ്മയും കൂടെ മണിയൂരേക്ക് പോവുകയാണ് ഉമ്മാമാൻ്റെ അടുത്തേക്ക്. രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞു, ചായ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചോറ് അവിടെ നിന്നാണ് ഇപ്പം അങ്ങോട്ടേക്ക് പോവുക. ബാക്കി ഞാനിനിയിപ്പോൾ എന്തായാലും പോകുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. വണ്ടിയിൽ പിന്നെ ഉമ്മാക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല. അവിടെ എത്തിയിട്ട് മണിയൂർ എത്തിയിട്ട് ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴിയെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര ഒരു എന്താ പറയുക, എന്തൊക്കെയാണ്
മണിയൂരാണ് ഞാൻ വളർന്നതും പഠിച്ചതൊക്കെ. +2 വരെ ഞാൻ മണിയൂരാണ് പഠിച്ചത്. +2 വരെ മണിയൂർ ഹൈസ്കൂളാണ് പഠിച്ചത്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ പയ്യോളിയേക്കാൾ കൂടുതൽ അതാണ് എൻ്റെ നാട്. ഞാൻ കൂടുതൽ അറിഞ്ഞതും കണ്ടതൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടെ മൊത്തം കാണിക്കാനൊന്നും ആവില്ല. എന്തായാലും ഞങ്ങളെ വീടും പിന്നെ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, പോയിട്ട് വരാം. ഇതേട്ടോ, ഞാൻ മൈലാഞ്ചി, എൻ്റെ തട്ടിക്കൂട്ട് മൈലാഞ്ചി എനിക്ക് ഇടുന്ന അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഇട്ടതാണ്. നിങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, ഫസ്നാസൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ബാക്കി അങ്ങ് എത്തിയിട്ട് കാണാം. ഓക്കെ, ഞാനും ഉമ്മയും പോകാൻ ഇതാ ഗേറ്റിൻ്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ ഗേറ്റ് അടച്ചിട്ടുള്ളത്. ഇപ്പോൾ ട്രെയിൻ ഇപ്പം വരും. ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ പെട്രോൾ അടിക്കണം. അതും കഴിഞ്ഞ് നേരെ മണിയൂരേക്ക്. അപ്പോൾ ഓക്കെ, പോട്ടെ. ഞാനും ഉമ്മയും പിന്നെ അവിടെ എത്തിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഇതാ ഉമ്മ അതാ നടന്നു പോന്ന്. ഞാനും പിറകുന്ന വരികയാണ്. ഇതാ മീൻ, പിന്നെ ഉമ്മാമാക്കുള്ള പെരുന്നാൾ കോടി എല്ലാം എടുത്തിട്ടുണ്ട്. ഉമ്മാമാക്ക് പനിയാണ്, അതുകൊണ്ട് പിന്നെ ഉമ്മാമ കിടക്കുക. പോയിട്ട് വേണം ഫുഡെല്ലാം ഉണ്ടാക്കാൻ, ചോറും കറിയെല്ലാം വെക്കാൻ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇവിടെ ഇങ്ങനെ മേലോട്ടേക്ക് കയറണം. ഉമ്മ എന്താക്കണം ആളാടെ. ഉമ്മാവാക്ക് ആട്ടും കുട്ടികളുണ്ട്. ഉമ്മാവാൻ്റെ ഭയങ്കര പ്രിയപ്പെട്ട ആട്ടും കുട്ടികൾ. അപ്പോൾ ഓലിക്കൊന്നും വാങ്ങിക്കില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഉമ്മ ഉണ്ടായിരുന്നു പുല്ല് പറിച്ചിട്ട് എടുക്കുന്നു ഓലിക്ക് കൊടുക്കാൻ. ഫുള്ള് നമ്മളെ റൂമിൽ അകത്തെല്ലാം കയറി വരും. ഇവിടെ നല്ല സ്ഥലമാണ് കേട്ടോ. കണ്ടില്ലേ, അയാളെ വഴി. ആ കാണുന്ന നീല ഷീറ്റ് കാണുന്നില്ലേ, അതാണ് അമ്മ പറയുന്നത്. നല്ല വയ്യല്ലാന്ന്, പക്ഷേ ഉരുണ്ട് വീണിട്ടുണ്ടെങ്കിൽ പല്ലും കഴിയുന്നത് ഉമ്മ പറയുന്നത് സത്യമായിട്ടാ. ഇങ്ങോട്ട് വണ്ടി കയറും, പക്ഷേ എനിക്ക് പേടിയാണ് അങ്ങോട്ട് ബൈക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ട് ഞാൻ കൊണ്ടുവരലില്ല. പിന്നെ ഇയാളെ വീടും കൂടി ഒന്ന് കാണിച്ചിട്ട് എൻ്റെ ഈദ് സ്പെഷ്യൽ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും എടുക്കുന്നില്ല, വലിയ ടാസ്ക് അതല്ല. ഞാൻ ഉമ്മയും തന്നെ ഉണ്ടാക്കണ്ടേ. ഉമ്മാൻ്റെ അനിയത്തിമാരൊക്കെ വരുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ. വടകരയുള്ള ഉമ്മാൻ്റെ അനിയത്തിയുണ്ട്, പിന്നെ കരുവഞ്ചേരിയുള്ള ഉമ്മാൻ്റെ അനിയത്തി എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് വരും. ഇതാണ് ആ വിജനമായ വഴി. അമ്മോ, കാണാനും വീഡിയോ എല്ലാം എടുക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ കയറാൻ അത്ര വലിയ രസമൊന്നുമില്ല കേട്ടോ. ഇതാണ് ഞാൻ വളർന്ന് പഠിച്ച് വലുതായ വീട്. ഇവിടെയായിരുന്നു എൻ്റെ ചെറുപ്പകാലം മുഴുവൻ. ഇതാ എൻ്റെ ഉമ്മാമാൻ്റെ ആടിൻ്റെ വീടാട്ടോ ഇത്. കുട്ടികൾ രണ്ടും ഉമ്മാമാൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ ഇതാണ് ഞങ്ങളെ വീട്, തറവാട്. ഇതാ അമ്മാമാൻ്റെ ആട്ടും കുട്ടികളിതാ അമ്മാമാൻ്റെ ദോസ്തുകളാട്ടോ ഇത് രണ്ടും. ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ തറവാട്, ഞാൻ ജനിച്ച് വളർന്ന ഞങ്ങളെ വീട്. അപ്പോൾ ഇനി കുറച്ച് അധികം പണികളുണ്ട്. ഫുഡ് ഉണ്ടാക്കണം, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒക്കെ പയ്യോളിയാണ് ഉള്ളത്, എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലുള്ളത്. അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരാം.